everyone. Welcome back to Shrudi's Pharma World. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിൽ വരുന്ന രണ്ട് പ്രോഗ്രാംസ് ആണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദേശീയ ആരോഗ്യ മിഷൻ. ഈ ദേശീയ ആരോഗ്യ മിഷന്റെ അണ്ടറിൽ വരുന്ന ഗ്രാമീണ നഗര ആരോഗ്യ മിഷനെയാണ് NRHM എന്നും NUHM എന്നും പറയുന്നത്. അതായത് നോക്കൂ, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. ഈ നാഷണൽ ഹെൽത്ത് മിഷനിൽ രണ്ട് പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഒന്ന് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആണ്, മറ്റൊന്ന് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ആണ്. ഗ്രാമീണ നഗര മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഈ രീതിയിലുള്ള പ്രോഗ്രാംസ് ആരംഭിച്ചിട്ടുള്ളത്. നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുമ്പോൾ നഗരത്തിലോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലോ ഉള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, വൾണറബിൾ ആയിട്ടുള്ള പീപ്പിൾസിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ രണ്ട് പ്രോഗ്രാംസ് ആണ് വരുന്നത്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും അതുപോലെ തന്നെ നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. നെക്സ്റ്റ് വരുന്ന മറ്റൊരു പ്രോഗ്രാം ആണ് നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ഈ നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് 2025 കൂടെ ട്യൂബർകുലോസിസ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ ആദ്യം നാഷണൽ ഹെൽത്ത് മിഷനെ കുറിച്ച് നമ്മൾ കേട്ടു. നാഷണൽ ഹെൽത്ത് മിഷൻ കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ പറഞ്ഞത് നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആണ്. നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 2025 കൂടെ ട്യൂബർകുലോസിസ് കംപ്ലീറ്റ് ആയി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പ്രോഗ്രാം ആണ്. ഇനി അടുത്തത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ HIV പ്രിവെന്റ് ചെയ്യുക, HIV ടെസ്റ്റിംഗ്, അതിന്റെ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തി ആരംഭിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. മെന്റൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് ധാരാളം സ്റ്റിഗ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ റെഡ്യൂസ് ചെയ്യുക, മെന്റൽ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇനി വരുന്നത് നാഷണൽ ലെപ്രസി ഇറേഡിക്കേഷൻ പ്രോഗ്രാം. അതായത് ലെപ്രസി ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക. ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നാഷണൽ ലെപ്രസി എറാഡിക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ വരുന്നതാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. നാഷണൽ ഹെൽത്ത് മിഷനകത്ത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും ഉണ്ട്, നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും ഉണ്ട്. എല്ലാ ഏരിയയിലും, അതായത് നഗരത്തിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം ആണ്. 2025 കൂടെ ട്യൂബർകുലോസിസ് എലിമിനേറ്റ് ചെയ്യുക. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്, അവിടെ HIV പ്രിവെൻഷൻ, ടെസ്റ്റിംഗ്, ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അടുത്തത് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, മെന്റൽ ഹെൽത്ത് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, മെന്റൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിഗ്മ റെഡ്യൂസ് ചെയ്യുക. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്നത് നാഷണൽ ലെപ്രസി എറാഡിക്കേഷൻ പ്രോഗ്രാം ആണ്. ലെപ്രസി ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുക, അത് ക്യൂർ ചെയ്യുക, അതാണ് നാഷണൽ ലെപ്രസി എറാഡിക്കേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ജനനി സുരക്ഷ യോജന, ജനനി ശിശു സുരക്ഷ കാര്യക്രം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ മൂന്ന് പ്രോഗ്രാംസ് ആണ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസിനകത്ത് വരുന്നത്.
ജനനി സുരക്ഷാ യോജന എന്ന് പറയുമ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യുക. ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ്, മെറ്റേണൽ മോർട്ടാലിറ്റി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ജനനി സുരക്ഷാ യോജന എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഡെലിവറിയെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ മെറ്റേണൽ മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ജനനി ശിശു സുരക്ഷാ കാര്യക്രം. ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന് പറയുമ്പോൾ പ്രഗ്നന്റ് ലേഡീസിന്റെ, ന്യൂ ബോൺ ബേബീസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുക. അതാണ് ജനനി ശിശു സുരക്ഷാ യോജന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ഫെസിലിറ്റീസിൽ ന്യൂ ബോൺസിനാണെങ്കിലും അവരുടെ മദേഴ്സിനാണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നൽകുക, അതാണ് ഫ്രീ ആയിട്ട് നൽകുക. അതാണ് ജനനി ശിശു സുരക്ഷാ യോജന എന്ന് പറയുന്നത്, ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ആണ്. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, അതായത് ന്യൂട്രീഷ്യസ് സപ്ലിമെന്റ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ഇമ്മ്യൂണൈസേഷൻ ഉറപ്പുവരുത്തുക, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക, അവർക്ക് ആവശ്യമായ ഇമ്മ്യൂണൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ വിദ്യാഭ്യാസം, പ്രീ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് സപ്ലിമെന്റ്സ് നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ന്യൂട്രീഷൻ ആൻഡ് വെൽഫെയർ സ്കീമിനെ കുറിച്ചാണ്. ന്യൂട്രീഷൻ ആൻഡ് വെൽഫെയർ സ്കീമിനകത്ത് പോഷൻ അഭിയാൻ, മിഡ് ഡേ മീൽ സ്കീം, ഈ രണ്ട് സ്കീമാണ് വരുന്നത്. പോഷൻ അഭിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൽ ന്യൂട്രീഷൻ ആൻഡ് അനീമിയ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ളതാണ് പോഷൻ അഭിയാൻ. മിഡ് ഡേ സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ന്യൂട്രീഷ്യസ് സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഈ മിഡ് ഡേ മീൽ സ്കീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂട്രീഷ്യസ് മീൽ സ്കൂൾ ചിൽഡ്രൻസിന് പ്രൊവൈഡ് ചെയ്യുക, അതാണ് മിഡ് ഡേ സ്കീം എന്ന് പറയുന്നത്, മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇമ്മ്യൂണൈസേഷൻ ആൻഡ് പ്രിവെന്റീവ് പ്രോഗ്രാംസ് ആണ്. ഇമ്മ്യൂണൈസേഷൻ ആൻഡ് പ്രിവെന്റീവ് പ്രോഗ്രാംസിനകത്ത് വരുന്നതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 പ്രിവെന്റബിൾ ആയിട്ടുള്ള ഡിസീസസിന് ഉള്ള വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 12 പ്രിവെന്റബിൾ ഡിസീസിന് അഗെയിൻസ്റ്റ്, അതായത് അതിപ്പോ പോളിയോ വാക്സിൻ നമ്മൾ നൽകുന്നുണ്ട്, മീസൽസിന് വാക്സിൻ കൊടുക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസിനുള്ള വാക്സിൻ ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള 12 പ്രിവെന്റബിൾ ആയിട്ടുള്ള ഡിസീസിന് വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പൾസ് പോളിയോ പ്രോഗ്രാം. പൾസ് പോളിയോ പ്രോഗ്രാം പോളിയോ വാക്സിൻ കൊടുത്തുകൊണ്ട് ആരംഭിച്ചിട്ടുള്ളതാണ്. അതായത് പോളിയോ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തു. 2014 കൂടെ കംപ്ലീറ്റ് ആയിട്ടും പോളിയോ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ അതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. 2014 ഇന്ത്യ പോളിയോ ഫ്രീ ആണെന്ന് റിപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്കീംസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്കീമിൽ വരുന്നതാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മുതലായവ. ആയുഷ്മാൻ ഭാരത് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ പെർ ഇയറിൽ 5 lakh വരെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് ആയുഷ്മാൻ ഭാരത്. ഇനി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഉണ്ട്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയുഷ്മാൻ ഭാരതിന്റെ തന്നെ സബ് പാർട്ടാണ്. അതായത് എംപാനൽഡ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു സ്കീം വഴി ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. അതും ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. ഇവിടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനായിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ്, ക്യാഷ് ബെനിഫിറ്റ്സ് കൊടുക്കുക, അതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക്, ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അത് കൺട്രോൾ ചെയ്യുക, അതല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ നിങ്ങൾ ഓർക്കേണ്ടത് നാഷണൽ ഹെൽത്ത് മിഷൻ, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ,
നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, അതൊക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ വരുന്നത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാംസ് ആയിരുന്നു. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ജനനി സുരക്ഷാ യോജന, ജനനി ശിശു സുരക്ഷാ കാര്യക്രം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്, അത്രയുമാണ്. നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നിവയാണ്. ഇമ്മ്യൂണൈസേഷൻ ആൻഡ് പ്രിവെന്റീവ് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആൻഡ് പൾസ് പോളിയോ പ്രോഗ്രാം, അതിനെ കുറിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു, ആയുഷ്മാൻ ഭാരതും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയും, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അങ്ങനെ 3 പദ്ധതികളാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുമ്പോൾ ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാർമസിസ്റ്റ് ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മേഖലകളിൽ നിന്നെല്ലാം നമ്മൾ ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്നെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു.